ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS 16.5 എന്ന പുതിയൊരു അപ്ഡേറ്റിന് ശേഷം ഐഫോണിൽ നല്ല അടിപൊളി വാൾപേപ്പർ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഐഫോണിൽ പുതിയ വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് നേരത്തെ ഞാൻ ഡിഫോൾട്ടായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാൾപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾപേപ്പർ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമുക്കിവിടെ ഐഫോണിലെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ പോകാം. അതിനുശേഷം ഇത് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വാൾപേപ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് ഇതിന് താഴെ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന വാൾപേപ്പറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ പ്രൈഡ് എന്ന പേരിലാണ് ഈ ഒരു വാൾപേപ്പേഴ്സ് വന്നിരിക്കുന്നത്. വളരെ കളർഫുള്ളായ കുറച്ച് വാൾപേപ്പേഴ്സ് ആണിത്. ഇതിൽ നിന്നും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പറാണ് ഇത്. ഈ ഒരു വാൾപേപ്പർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇതിനായി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ആഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ആഡ് എന്നതിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ സെറ്റ് ആസ് വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിൽ സെറ്റ് ആസ് വാൾപേപ്പർ പെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിത് ബാക്കിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു വാൾപേപ്പർ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു വാൾപേപ്പറിൽ കുറച്ച് അനിമേഷൻ എല്ലാം ആപ്പിൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് നമ്മൾ ലോക്ക് ചെയ്ത് ഇപ്രകാരം ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അനിമേഷൻ ഫീച്ചർ വന്നിരിക്കുന്നത് കാണാം. ചെറിയ ഒരു അനിമേഷൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇത് അൺലോക്ക് ചെയ്ത് നിങ്ങൾ മുകളിലേക്ക് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു അനിമേഷൻ വാൾപേപ്പറിൽ വരുന്നത് കാണാം. വളരെ നല്ല ഒരു വാൾപേപ്പറാണിത്. നിങ്ങൾക്കും ഈ ഒരു വാൾപേപ്പർ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് വാൾപേപ്പറിൽ തന്നെ മറ്റു കുറേ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവ എന്തെല്ലാം എന്ന് നോക്കാം. ഇതിനായി വീണ്ടും നമ്മൾ വാൾപേപ്പർ എന്ന ഓപ്ഷനിൽ പോകാം. അതിനുശേഷം ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോട്ടോസ് എല്ലാം വാൾപേപ്പറായി സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്യാലറിയിൽ നിന്നും നമ്മുടെ ഫോട്ടോസ് എല്ലാം ഇത്തരത്തിൽ വാൾപേപ്പറായി സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ മുകളിലായി കുറേ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും ആഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോസ് എന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അടുത്തതായി വന്നിരിക്കുന്നത് പീപ്പിൾ എന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ ഫോട്ടോ ഷഫിൾ ചെയ്ത് വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യാനാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ വെതർ എന്നൊരു വാൾപേപ്പർ കൂടി വരുന്നുണ്ട്. ഇത് എപ്രകാരമാണെന്ന് നോക്കാം. ചെറിയ അനിമേഷനോട് കൂടി വളരെ നല്ല ഒരു വാൾപേപ്പറാണിത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. കളേഴ്സ് എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ കളർ എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട കളേഴ്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാം. കളർ കോമ്പിനേഷൻ എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും നല്ല നല്ല വാൾപേപ്പേഴ്സ് എല്ലാം നിങ്ങളുടെ ഐഫോണിൽ ആഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്